കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അയ്യപ്പ മഹാസത്രം നടക്കുകയാണ്. ഈ അയ്യപ്പ മഹാസത്രം എറണാകുളം ജില്ലയിലെ കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാവർക്കും സംശയം ഉണ്ടാകും, എന്താണ് ഈ അയ്യപ്പ മഹാസത്രത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന്. നമ്മൾക്കറിയാം, ഭാഗവത സപ്താഹമൊക്കെ നമ്മൾ പലതും കേട്ട് കാണും. എന്നാൽ ഇത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സത്രമാണ്. ഇതിലൂടെ ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടുന്ന ശ്രേഷ്ഠമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ശ്രീ ധർമ്മശാസ്താവിൻ്റെ ചരിത്രം, അതോടൊപ്പം തന്നെ മണികണ്ഠൻ, അയ്യപ്പൻ, ആര്യൻകേരളൻ, ഇങ്ങനെ 4 കഥാപാത്രങ്ങൾ 4 കാലഘട്ടത്തിലായി ജീവിച്ച് നമുക്ക് മുന്നിൽ മൺമറഞ്ഞവരാണ്. എന്നാൽ ഇവരെല്ലാം ഒരേ ആളാണ് എന്ന ഭാവത്തിലാണ് ഇന്ന് മൊത്തത്തിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ സത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ സത്രത്തിലൂടെ തന്നെ മാല ധരിച്ച് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ, അവർ മാല ധരിക്കേണ്ടത് എങ്ങനെയാണ്, ആരിൽ നിന്നാണ്, ആ ഗുരുവിന് വേണ്ടുന്ന പ്രത്യേകത എന്താണ്, പ്രധാനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരിക്കണം, ശബരിമല യാത്രാ സമയത്തുള്ള ആ കെട്ടുനിറ ഏത് വിധത്തിലാണ് ചെയ്യേണ്ടത്, കെട്ടുനിറച്ച് യാത്ര പുറപ്പെടുന്ന സ്വാമിമാർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ സന്നിധാനം എത്തുന്നത് വരെയുള്ള ഓരോ സ്ഥലങ്ങളിലൂടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും എല്ലാം ഈ സത്രത്തിലൂടെ സജ്ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള നിരവധി ദേവതാ സങ്കല്പങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും കൊച്ചുകടുത്ത, അതുപോലെ തന്നെ ശബരിമാതാവ്, അതുപോലെ തന്നെ വാപുരസ്വാമി, ഇവരൊക്കെ ഓരോ ആൾക്കാരുടെയും യഥാർത്ഥ ചരിത്രം, ആ ചരിത്രവും ഈ പറയുന്ന അയ്യപ്പ മഹാസത്രത്തിലൂടെ സജ്ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതെല്ലാം കൂടാതെ ശബരിമലയ്ക്ക് പോയി ആ വ്രതാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് ആ ഭഗവത് ദർശനം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പലർക്കും അറിയാത്ത കാര്യമാണ്, നമ്മുടെ കഴുത്തിൽ ധരിക്കുന്ന ആ മാലയുണ്ടല്ലോ, ആ മാല എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും പലർക്കും അറിയില്ല. ഇതോടൊപ്പം ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുത്ത് നിൽക്കുന്ന സ്വാമിമാരുടെ വീട്ടിലുള്ള അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, പെൺമക്കളുണ്ട്. അവർ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഒരു മാലയിട്ട സ്വാമിയുടെ സ്വാമിയുള്ള സ്ഥലത്ത് അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരിച്ച വീട്ടിലേക്ക് ഇവർക്ക് പോകാൻ പറ്റുമോ? അതുപോലെ തന്നെ ശവവുമായിട്ട് ഇവർക്ക് ഇടപഴകാൻ പറ്റുമോ? വീട്ടിൽ ആർത്തവമായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ സ്വാമിമാർ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് ആ പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള അയ്യപ്പ മഹാസത്രത്തിലൂടെ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ മഹാസത്രം കേൾക്കാനും അതിൽ പങ്കെടുത്ത് ഇത് വൻ വിജയമാക്കാനും എല്ലാ സജ്ജനങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ സത്രം നടക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.